സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ്, നമുക്കറിയാം. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് വന്നു കഴിഞ്ഞു. ആരോഗ്യവകുപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ താപനില എന്ന് പറയുന്നത് 38 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ജിബിൻ JB തിരുവനന്തപുരത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. കട്ടുകൂടിയ വസ്ത്രങ്ങൾ ഒഴിവാക്കണമെന്നാണ് DMO പറയുന്നത്. കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിലുള്ള പിഴവാണ്. ജിബിൻ JB, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SK. നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ സമയം 9 മണിയാകുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സമയത്ത് പോലും നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് 37 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. സംസ്ഥാനത്ത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് നൽകിയിരിക്കുകയാണ്. ഈ ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ തീവ്ര മുന്നറിയിപ്പാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ ആരോഗ്യവകുപ്പും മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. കാരണം എല്ലാ ജില്ലകളിലും 2 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഈ വരുന്ന ദിവസങ്ങളിൽ, വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഉയരാനുള്ള, അതായത് ഒരാഴ്ച കാലയളവിൽ 2 ഡിഗ്രി സെൽഷ്യസ് വരെ ഓരോ ദിവസം ഉയരാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ നിർജ്ജലീകരണം, അതുപോലെ തന്നെ സൂര്യാഘാതം, സൂര്യതാപം എന്നിവ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും പുറത്ത് പണിയെടുക്കുന്നവരും വീട്ടിലിരിക്കുന്നവരായിരുന്നാലും എപ്പോഴും വെള്ളം കുടിക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ കൂടുതലായി ധരിക്കണം, ഇളം നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, കൂടുതലായി പച്ചക്കറി പോലുള്ള നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുന്നതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് കൂടുതലും പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കൂടുതലായി കഴിക്കാൻ ശ്രമിക്കണമെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് ഓരോ ദിവസവും ഈ താപനില ഉയരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ DMO തന്നെ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നത്. കാരണം കൂടുതലായി ഗർഭിണികൾ, അതുപോലെ കുട്ടികൾ എന്നിവർ ഈ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ സൂര്യാതപം ഡയറക്റ്റ് ഏൽക്കുന്ന സ്ഥലങ്ങളിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, പുറംപണി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് പുറത്ത് ഈ സൂര്യന്റെ ആഘാതം, സൂര്യരശ്മികൾ നേരിട്ട് എത്തുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അവരുടെ പണികൾ 11 മണി മുതൽ 3 മണി വരെ മാറ്റിവെക്കണമെന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ മുന്നറിയിപ്പായി നൽകിയിട്ടുമുണ്ട്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.